ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വളരെ ഡൗൺ ആയി നിന്ന മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ട് വന്നത് ഓണം സീസണാണ്. കേരള ബോക്സ് ഓഫീസിനും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇതേ സെപ്റ്റംബർ മാസത്തിന് സാധിച്ചു. ഓണം ക്ലാഷ് പോലും വൻ മത്സരമാണ് അവിടെ ഉണ്ടാക്കിയത്. ഓണത്തിന് വന്ന എല്ലാ സിനിമകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ഇതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ മലയാള സിനിമകൾ റിലീസ് ആയതും ഏതൊക്കെ സിനിമകൾ ഫ്ലോപ്പ് ആയെന്നും ഏതൊക്കെ സിനിമകൾ ഹിറ്റ് ആയെന്നും ഒക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് മന്ത്ലി അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും ഓണം റിലീസുകളെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മാസം റിലീസായ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സിനിമ ഏതാണെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. സെപ്റ്റംബർ മാസത്തിലെ ആദ്യ റിലീസായിരുന്നു സെപ്റ്റംബർ 6 റിലീസായ ഡ്രെഡ്ഫുൾ ചാപ്റ്റേഴ്സ്. നിർമ്മൽ ബേബി വർഗീസ് സംവിധാനം ചെയ്ത് ജെഫിൻ ജോസഫ്, വരുൺ രവീന്ദ്രൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ടൈം ലൂപ്പ് കോൺസെപ്റ്റിനെ ആദ്യമായി മലയാളത്തിൽ കൊണ്ടുവന്ന ഒരു സിനിമ കൂടി എന്ന് തന്നെ ഈ സിനിമയെ നമുക്ക് പറയാം. ഒരു ഹൊറർ മോഡിലുള്ള ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസ് കൂടിയായിരുന്നു. മലയാളത്തിന് പുറമെ തെലുങ്കു, കന്നഡ, ഹിന്ദി അങ്ങനെ പല ലാംഗ്വേജിൽ ഈ സിനിമ റിലീസ് ചെയ്തു. എന്നാൽ ഈ സിനിമ ഒരു OTT റിലീസായിരുന്നു. അന്യഭാഷകളിലൊക്കെ നമ്മൾ കണ്ണു തള്ളിപ്പോയ ടൈം ലൂപ്പ് കോൺസെപ്റ്റിനെ മലയാളത്തിലേക്ക് എടുത്തിട്ട് പോലും OTTയിൽ വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ ഈ സിനിമയ്ക്ക് ലഭിച്ചതുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നും പ്രമോഷൻ വർക്ക് പോലും നേരെ നടന്നിട്ടില്ല. പിന്നീടാണ് ഓണം സീസൺ തുടങ്ങിയത്. ഓണം സീസണിൽ വന്ന ആദ്യ സിനിമയായിരുന്നു ARM. ജിതിൻ ലാൽ എന്ന നവാഗത സംവിധായകന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയായിരുന്നു ARM എന്ന സിനിമ. അജയന്റെ രണ്ടാം മോഷണം എന്ന ഈ സിനിമയിൽ ടോവിനോ തോമസ് 3 വേഷങ്ങളിലായിരുന്നു വന്നത്. അജയൻ, മണിയൻ. ഈ വേഷങ്ങളിൽ മണിയൻ എന്ന കഥാപാത്രം ഏറെ പ്രശംസ നേടിയെടുത്തു. എന്തായാലും 3D വിഷ്വലായി വന്ന ഈ സിനിമയിൽ കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി തുടങ്ങി ഒരു വൻ താരനിരയും ഉണ്ടായിരുന്നു. ചിയോതി വിളക്ക് കേട്ട കള്ളന്റെയും ആ കള്ളനെ പിടിക്കാനായി പോകുന്ന നാട്ടുകാരുടെയും കഥയായിരുന്നു ARMൽ പറഞ്ഞു പോകുന്നത്. 3D എഫക്റ്റിൽ ഒരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ടോവിനോ തോമസിന്റെ കരിയറിലെ ആദ്യ സോളോ 50 കോടി സിനിമ എന്നും കൂടി ഈ സിനിമ വിശേഷിപ്പിക്കും. ഇപ്പോൾ ഇതാ 100 കോടിയിലേക്കും കടക്കുകയാണ് ARM എന്ന ഈ സിനിമ. ഒരു നാടോടി കഥ പോലെ പറഞ്ഞു പോകുന്ന ഈ സിനിമ ശരിക്കും കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനും ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു ലെവലിലൊക്കെ മലക്കോട്ടെ വാലിബൻ ഒന്ന് മേക്ക് ചെയ്തെടുത്തായിരുന്നെ മലക്കോട്ടെ വാലിബൻ പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റൊക്കെ ആയി മാറിയാണ്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പോലും ഭയങ്കര ഒരു വണ്ടർഫുൾ അല്ലെങ്കിൽ നമ്മളെ വണ്ടർ അടുപ്പിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ARM. ഓണം ബോക്സ് ഓഫീസിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയും ARM ആണ്. ഇതിനുശേഷം റിലീസായ അടുത്ത സിനിമയായിരുന്നു കിഷ്കിന്ധ ഖാൻ. തീരെ ഹൈപ്പ് ഇല്ലാതെ വന്ന് രഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ആസിഫ് അലി, വിജയരാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു കിഷ്കിന്ധ ഖാൻ. ആസിഫ് അലിയുടെ തന്നെ കരിയറിലെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു ഈ സിനിമ. ഒരു പ്രത്യേകതരം അസുഖത്തെ ഫോളോ ചെയ്തു പോകുന്ന ഈ സിനിമ ഒരു കൊച്ചുകുട്ടിയുടെ മിസ്സിങ്ങും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയുമായിരുന്നു. സിനിമയിലെ വിജയരാഘവന്റെ പെർഫോമൻസ് അത്രത്തോളം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു ത്രില്ലർ മോഡിൽ പറഞ്ഞു പോകുന്ന ഈ സിനിമ ശരിക്കും ബോക്സ് ഓഫീസിൽ വലിയൊരു അട്ടിമറി വിജയം തന്നെയാണ് നേടിയത്. കാരണം അജയന്റെ രണ്ടാം മോഷണം എന്ന വൻ ഹൈപ്പിൽ വന്ന സിനിമയോട് മുട്ടി നിൽക്കുമെന്ന് പോലും പ്രതീക്ഷിച്ച സിനിമയല്ല കിഷ്കിന്ധ ഖാൻ. എന്നിരുന്നാൽ പോലും ആസിഫ് അലിയുടെ കരിയറിലെ ആദ്യ 50 കോടി നേട്ടം നേടിയ ആസിഫ് അലിയുടെ കരിയറിലെയും ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയായി ഇപ്പോൾ കിഷ്കിന്ധ ഖാൻ മാറുകയുണ്ടായി. മാസാമാസം സിനിമകൾ ചെയ്യുന്ന ഒരു നാൾ കൂടിയാണ് ആസിഫ് അലി. അതുകൊണ്ട് തന്നെ ആവും ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് തീരെ ഹൈപ്പ് ഇല്ലാതെ റിലീസായത്. എന്നിരുന്നാൽ പോലും സിനിമയുടെ കണ്ടന്റ് അത്ര നല്ലതായത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു വൻ വിജയം നേടാൻ കഴിഞ്ഞു. പിന്നീട് ഇതേ ഓണം സീസണിൽ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. ഒമർ ലുലുവിന്റെ ഒരു കംബാക്ക്. ഒമർ ലുലുവിന്റെ മാത്രമല്ല റഹ്മാന്റെയും ഒരു കംബാക്ക്. സിനിമയുടെ ട്രെയിലറൊക്കെ അത്യാവശ്യം നല്ലൊരു വൈബിൽ തന്നെ കാണാൻ പറ്റും. ഒരു ഫെസ്റ്റിവൽ സീസണിലെ ഒരു അടിച്ചുപൊളി പടം എന്നൊരു ടാഗ് ലൈനോട് കൂടിയാണ് സിനിമ വന്നത്. സിനിമയ്ക്ക് ആദ്യ റിലീസ് ദിനങ്ങളിൽ അത്യാവശ്യം ഒരു മിക്സഡ് റിവ്യൂ ഒക്കെ വന്നെങ്കിലും കാര്യമായി ബോക്സ് ഓഫീസിൽ ഒരു ചലനം നടത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല. ഒരു മാസ് മസാല എന്റർടൈനർ എന്നതിനേക്കാളുപരി ഒരു സ്പൂഫ് ലെവൽ വൈബായിരുന്നു ബാഡ് ബോയ്സിന്റെ ട്രെയിലർ നൽകിയത്. അതിന് വേണ്ട വിധത്തിലുള്ള കാസ്റ്റിങ്ങും സിനിമയിലുടനീളം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ട്രോളുകളിലൊക്കെ കാണാറുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു ഈ സിനിമയിലും കാണാറുണ്ടായിരുന്നത്. റഹ്മാനെ കൂടാതെ ടിനി ടോം, ബിപിൻ കൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി ഒരു വലിയ താരനിരയും ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ടായിരുന്നു.
ഒരു കോമഡി, ആക്ഷൻ എല്ലാത്തിനും പ്രാധാന്യം നൽകിയ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഒമർ ലുലു സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും സിനിമയിലെ ഹ്യൂമർ ടച്ചൊക്കെ. അതൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. എന്നാലും ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടുകയും നല്ല രീതിയിൽ പ്രൊമോഷൻ വർക്ക് നടന്ന ഒരു സിനിമ കൂടിയായിരുന്നു ബാഡ് ബോയ്സ്. റീസെന്റ് ആയി വന്ന ഒമർ ലുലു പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു റിവ്യൂ തന്നെ വന്ന ഒരു സിനിമ കൂടിയായിരുന്നു എന്തായാലും ബാഡ് ബോയ്സ്. എന്തായാലും അജയന്റെ രണ്ടാം മോഷണവും കിഷ്കിന്ധാകാണ്ഡം പോലെ രണ്ട് മികച്ച സിനിമകൾ വന്നതുകൊണ്ട് ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇതേപോലെ ഓണം സീസണിൽ വന്ന മറ്റൊരു സിനിമ കൂടിയായിരുന്നു ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഷെബി ഷൗക്ക് സംവിധാനം ചെയ്ത് റുഷിൻ, അബു സലീം, ഇനിയ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അണിനിരത്തിയത്. കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രവുമായി ഒരു ചെറിയ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന പേരിട്ടിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതൊരു ദുൽഖർ സൽമാൻ ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രീറ്റ് പോലെയാണ് നമുക്ക് എന്തായാലും തോന്നുന്നത്. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ കാര്യമായ ചാനലുകൾ ഒന്നും ഉണ്ടാക്കാതെ പോയ മറ്റൊരു സിനിമ കൂടിയായിരുന്നു. പിന്നീട് റിലീസായ സിനിമയായിരുന്നു കോണ്ടൻ. ആന്റണി വർഗീസ്, പെപ്പെ, RB ഷെട്ടി തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നത്. എന്തായാലും ഈ സിനിമ ഒരു കിടിലൻ ഇടിപ്പടം എന്നൊക്കെ പ്രതീക്ഷിച്ചു വന്ന ഫാൻസിന് വലിയ ട്രീറ്റ് ഒന്നും നൽകാതെ പോയി. കഴിഞ്ഞ വർഷം ഇതേപോലെ ഓണം സീസണിൽ ഇറങ്ങിയ പെപ്പയുടെ RDX വൈബിലായിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർ ഈ സിനിമയെ സമീപിച്ചത്. എന്തായാലും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഈ സിനിമ അത്യാവശ്യം ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. മിന്നൽ മുരളിയും RDXും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത അതേ ടീമിന്റെ തന്നെ മറ്റൊരു സിനിമ കൂടിയായിരുന്നു കോണ്ടൻ. ഒരു ആന്റണി വർഗീസ് പെപ്പയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്നത് RDX, അജയചന്ദ്ര, അങ്കമൽ ഡയറീസ് പോലുള്ള ഒരു സിനിമയാണ്. എന്നാൽ അതുപോലെ തന്നെ വന്നൊരു സിനിമയായിട്ട് പോലും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഈ സിനിമ ആക്ഷനും പ്രാധാന്യം നൽകിയ ഒരു ആന്റണി വർഗീസിന്റെ ഇടിപ്പാടം എന്നൊരു ടാഗ്ലൈനിൽ വന്നിട്ട് പോലും സിനിമയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയത് ശരിക്കും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് റിലീസായ സിനിമയായിരുന്നു പ്രതിഭ ട്യൂട്ടോറിയൽസ്. അഭിലാഷ് രാഘവൻ സംവിധാനം ചെയ്ത് അൽതാഫ് സലീമിൻ പ്രധാന കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു പ്രതിഭ ട്യൂട്ടോറിയൽസ്. കോമഡിക്ക് പ്രാധാന്യം നൽകി വന്ന ഈ സിനിമയുടെ ട്രെയിലറൊക്കെ അത്യാവശ്യം പ്രമോഷൻ വർക്ക് നടന്ന ഒരു കാര്യമായിരുന്നു. അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട രീതിയിലായിരുന്നു ഈ സിനിമ റിലീസിന് വന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് കിട്ടിയ മിക്സഡ് റെസ്പോൺസ് കാരണം സിനിമ ഏകദേശം ഒരു ഫ്ലോപ്പിലേക്ക് തന്നെയാണ് നീങ്ങിയത്. പിന്നീട് വന്ന സിനിമയായിരുന്നു കഥ എന്നുവരെ. വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത് ബിജു മേനോൻ, നിഖില വിമൽ, മേതിൽ ദേവിക എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി വന്നത്. സിനിമയ്ക്ക് ആദ്യ ദിനങ്ങളിൽ ഏറെക്കുറെ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നുവെങ്കിലും സിനിമയ്ക്ക് കാര്യമായി ചെയ്യാനൊന്നും തന്നെ ബോക്സ് ഓഫീസിൽ സാധിച്ചില്ല. അതിന്റെ പ്രധാന കാരണം ഒരുപക്ഷെ ARMും കിഷ്കിന്ധാകാണ്ഡവും ഒക്കെ മത്സരിച്ച് ബോക്സ് ഓഫീസിൽ കളക്ഷൻ നടത്തുന്നതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും കഥ ഇന്നുവരെ എന്ന ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീട് സെപ്റ്റംബർ 20 റിലീസായ സിനിമയായിരുന്നു ആക്രി കല്യാണം. ക്യാപ്റ്റൻ വിജയ് സംവിധാനം ചെയ്ത് നിർമ്മൽ പാലാഴിയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ സിനിമ റിലീസ് ആയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത്. എന്തായാലും റിലീസായ സിനിമ കൂടിയായിരുന്നു ആക്രി കല്യാണം. സിനിമയുടെ യൂട്യൂബിലെ ട്രെയിലർ വ്യൂസ് വരെ വളരെ കുറവാണ്. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായി മാറി. പിന്നീട് റിലീസായ സിനിമയായിരുന്നു കുട്ടന്റെ ശിനിഗാമി. റഷീദ് പാലക്കൽ സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകി വന്ന ഈ സിനിമയും ആദ്യ ദിനങ്ങളിൽ അത്യാവശ്യം മിക്സഡ് റെസ്പോൺസ് ഒക്കെ കിട്ടി. എന്നാലും ഈ സിനിമയ്ക്കൊന്നും ബോക്സ് ഓഫീസിൽ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മലയാള സിനിമ അധികമൊന്നും പറഞ്ഞു പോകാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി കോൺസെപ്റ്റ് ആയിരുന്നു കുട്ടന്റെ ശിനിഗാമി എന്ന ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. സിനിമയിലെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. മലയാളത്തിൽ പണ്ട് റിലീസായ പപ്പൻ പ്രിയപ്പെട്ട വപ്പൻ എന്ന സിനിമയിലെ പോലെയൊക്കെ തന്നെയുള്ള ഒരു കഥയായിരുന്നു ഈ സിനിമയിലും ഉണ്ടായിരുന്നത്. അതായത് ഏറെക്കുറെ ഒരു ഫാന്റസി ജേണറിലൊക്കെ പോകുന്ന ഈ സിനിമ എന്നാലും ഒരു ഹിറ്റ് ആവും എന്നൊക്കെ തന്നെ എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പായി മാറി. സിനിമയുടെ പ്രൊമോഷൻ വർക്കിൽ യൂട്യൂബ് വ്യൂസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓളം ഉണ്ടാക്കിയ സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. എന്നാലും ബോക്സ് ഓഫീസിൽ വലിയ തയ്യാറെടുപ്പ് നടത്താൻ ഈ സിനിമകൾക്കൊന്നും സാധിച്ചില്ല. പിന്നീട് റിലീസായ സിനിമയായിരുന്നു ഓൾ വി ഇമാജിൻ അസ് ലൈക്ക്. കനി കുസൃതി പ്രധാന കഥാപാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ അത്യാവശ്യം ചർച്ചാ വിഷയമായ സിനിമയായിരുന്നു ഈ സിനിമ. എന്നാൽ ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ ഒന്നും തന്നെ നേടാനായില്ല. നെക്സ്റ്റ് വൺ, കപ്പ്. മാത്യു തോമസിനെയും ബേസിൽ ജോസഫിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി വന്ന ഒരു കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു കപ്പ്. ഈ വന്ന സെപ്റ്റംബർ 27 ആയിരുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ സിനിമയ്ക്ക് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള റിവ്യൂ ലഭിക്കുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ പ്രകടനം ഈ സിനിമ നടത്താനുള്ള സാധ്യതയില്ല. അതിന്റെ കാരണം തന്നെ ഇതിനൊപ്പം ഇറങ്ങിയ മറ്റു പല അന്യഭാഷാ സിനിമകളുമാണ്. എന്നിരുന്നാലും ഈ സിനിമ ഒരു വിജയത്തിലേക്ക് കുതിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഗുമസ്തൻ. ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ അവസാന സിനിമയായിരുന്നു ഗുമസ്തൻ.
ദിലീഷ് പോത്തൻ നായകനായി വന്ന് അമൽ കെ ജോബി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗുമസ്തൻ. ഒരു എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയുടെ ട്രെയിലറൊക്കെ അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പോലും വേണ്ട രീതിയിലുള്ള നല്ല പ്രമോഷനുകൾ ഈ സിനിമയ്ക്കൊന്നും ലഭിച്ചില്ല. എന്തായാലും ഈ സിനിമയും ഒരു പരാജയത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ചിത്തിനി. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് അമിത് ചാലക്കൽ, വിനയ് ഫോർട്ട്, മോക്ഷ തുടങ്ങിയവരായിരുന്നു ചിത്തിനി എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കാന്താരയിലൊക്കെ നമ്മൾ കണ്ടു മറന്നതുപോലെയുള്ള ഡിവൈനിറ്റി നിറഞ്ഞ ഒരു ഹൊറർ വൈബ് സിനിമയായിരുന്നു ഈ സിനിമ. ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കിലും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു സിനിമയ്ക്ക് പ്രൊമോഷൻ നടന്നത്. എന്നാൽ ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ നേടാൻ സാധിച്ചില്ല. ഓണം സീസണിലും സെപ്റ്റംബറിലുമായി റിലീസായ മലയാള സിനിമകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസിനായി മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.